ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. അങ്ങനെയുള്ള ഒരു സാധനമാണ് ദാണ്ട് ഈ ഇരിക്കുന്നത്. ഇത് വാൾനട്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ബ്രെയിനിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് രാവിലെ രണ്ടെണ്ണം കഴിച്ചാൽ ബ്രെയിനിന് നല്ല ഷാർപ്പാവും എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങോ വായിച്ചിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിന് മേലെയായി. പക്ഷേ അത് ഇതുവരെയും എങ്ങും ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴാണ് കുറച്ച് പഴുത്തു പോയ പഴം ഇവിടെ ഇരിക്കുന്നു. അപ്പം നമുക്കിന്ന് ബനാന ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഈ പറയുന്ന സംഭവം ഏതാണ്ട് വലിയ സംഭവമൊക്കെയാണെന്നാണ് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്. പണ്ടത്തെ കാലത്ത് കേക്ക് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിൽ മാത്രം പ്ലം കേക്ക് കഴിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കേക്കൊന്നും കിട്ടാറില്ലായിരുന്നു. പിന്നെ ഈ ബനാന ബ്രെഡ് എന്ന് പറയുന്നത് എൻ്റെ വിചാരം ബനാന അരച്ചുണ്ടാക്കിയ സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രെഡാണെന്നാണ്. പക്ഷേ അമേരിക്ക വന്നതിന് ശേഷമാണ് ഈ ബനാന ബ്രെഡ് എന്ന് പറഞ്ഞത് ഒരു കേക്കാണെന്ന് മനസ്സിലായത്. ഇനിയിപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ വാൾനട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ വാൾനട്ടോ ആൽമണ്ട്സോ എന്തെങ്കിലും ആകാം. അതെടുത്ത് നന്നായി ചെറിയ ആയിട്ട് മുറിച്ചതിന് ശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, ഷുഗർ എന്നിവ നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഴം ആഡ് ചെയ്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് മിക്സ് ആവണ്ട, ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ആയാൽ മതി. അതിലേക്ക് മുട്ടയും ഒഴിച്ച് ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിൽ ഫ്ലവർ, മൈദമാവ്, ഉപ്പ്, ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാനിതൊരു 2 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഒന്ന് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഉപയോഗിച്ചും ഒന്ന് ഞാൻ വാൾനട്ട് ഉപയോഗിച്ചുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് വാൾനട്ട്സ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ആഡ് ചെയ്തതിന് ശേഷം രണ്ടും മിക്സ് ചെയ്ത്, ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് ബേക്കിംഗ് പാനിലേക്ക് കുറച്ച് എണ്ണ ഞാൻ തടവിയിട്ടുണ്ട്, ബട്ടർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക, ജസ്റ്റ് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനിയും അവനിലേക്ക് വെച്ച് ഇത് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തു. അതിനുശേഷം അതെടുത്ത് നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഫ്ലഫിയാണ്, സോഫ്റ്റാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. അവനില്ലാത്തവർ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ചെയ്താലും മതി. നിങ്ങളപ്പോൾ അതിൻ്റെ കറക്റ്റ് വേവിക്കാനുള്ള ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ.